ഹലോ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖന്നല്ലേ എല്ലാവർക്കും? ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ വീഡിയോ ഒരു ഉച്ചക്കാവുന്ന സമയത്താണ് ട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ബീഫ് കൊണ്ടുവന്നിട്ടുണ്ടേനി. അപ്പോൾ അത് സെറ്റപ്പ് ആക്കിയിരിക്കണം. അപ്പോൾ ഇന്ന് ഈ കുട്ടീനെ ഒന്ന് പല്ല് ഡോക്ടറെ കാണിക്കാനൊക്കെ ഉണ്ടേനി ട്ടോ. ഇടയ്ക്കര പോവാണ്ടേനി. അതുകൊണ്ട് തന്നെ രാവിലെ തൊട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായില്ല. ആ, ഒന്നാമത് രാവിലെ നമ്മൾ കുറച്ചുകൂടി നേരത്തെ പ്ലാൻ ചെയ്ത് നീച്ചിട്ടില്ലാച്ചെങ്കിൽ നമ്മൾ വീഡിയോ എടുക്കലും പോകേണ്ട സമയത്ത് റെഡിയാവലും ഒക്കെ പാടെ നടക്കൂല കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ച് നേരം വൈകി നീച്ചതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കലാണ്ട് സ്കിപ്പ് ചെയ്ത് വേഗം പണി എടുക്കിയിട്ടാണ് പോയിട്ടുണ്ടെങ്കിൽ. പക്ഷെ എന്നാലും വന്നിട്ട് കുറച്ച് പണികളൊക്കെ ഉണ്ട്. അപ്പം പല്ല് ഡോക്ടറെ കാണിക്കാൻ പോയപ്പോൾ അവിടെ എടുത്ത് ബീഫ് കട ഉണ്ടേനി കേട്ടോ. അപ്പം കുറച്ച് പലവക വാങ്ങിച്ചതേനി കേട്ടോ. അപ്പം ഇമ്മയും വന്നിട്ടുണ്ടേനി കേട്ടോ. അപ്പോൾ ഇമ്മ പലവക വാങ്ങിയപ്പോൾ എനിക്കും കുറച്ച് വാങ്ങി തരികയാണ് കേട്ടോ. അങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ. അല്ലാതെ ഞാൻ ഈ ഒറ്റയ്ക്ക് ബീഫും ചിക്കനൊന്നും വാങ്ങി വരില്ല കേട്ടോ. കുഞ്ഞുട്ടി വാങ്ങിക്കൊണ്ടുവന്നത് വരുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വാങ്ങിക്കാത്തത്. അപ്പോൾ കൊണ്ടുവന്ന ആളുണ്ടാവും. ഞാനെപ്പോഴും പറയലില്ലേ, താങ്ങാൻ ആളുണ്ടാകുമ്പോഴാണല്ലോ നമുക്ക് തിളച്ചറിയുക. അപ്പോൾ അത് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും പച്ചക്കറികൾ വാങ്ങിപ്പോരുക അങ്ങനെയുള്ള പരിപാടികളൊന്നും ഞമ്മക്കില്ല കേട്ടോ. ഇനിയിപ്പോൾ കുഞ്ഞുട്ടീൻ്റെ ഒപ്പം പോവുകയാണെങ്കിൽ അങ്ങനെ വാങ്ങിപ്പോരും. അങ്ങനെ ഏതായാലും 12 മണിയൊക്കെ ആയിട്ടോ വീട്ടിലെത്തിയപ്പോൾ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒരു ഉച്ചച്ചര വ്ളോഗായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ബീഫൊക്കെ വെട്ടിയെടുത്ത് ഞാനിതാ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ട് കേട്ടോ. കുറച്ചധികം പണികളുണ്ടേനു. നല്ലത് വേർതിരിച്ചെടുക്കാനും കേടുന്നത് കളയാനൊക്കെ ആയിട്ട്. പല വക ആകുമ്പോൾ പല വകകളും ഉണ്ടാവും. അതാണ് പല വക. അപ്പോഴേക്കും ഇതിൻ്റെ അവകാശികൾ എത്തിക്കണം കേട്ടോ. ഞാൻ കുറച്ച് അധികം സമയം കൊണ്ട് ഇവിടെ ഇരുന്നതുകൊണ്ട് തന്നെയാണ് ഇവരൊക്കെ ഇവിടെ വന്ന് കയറി നിരങ്ങണത് കേട്ടോ. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് ഇവിടെ അടിച്ചു വാരി വൃത്തിയാക്കി എടുക്കട്ടെ. അപ്പം ഇന്ന് ബീഫ് ഞാൻ അടുപ്പത്താണ് ഇവിടെ വെക്കുന്നത്. ഈ നേരം വൈകിട്ട് ഇനിയിപ്പോൾ അടുപ്പത്ത് വെക്കണോ എന്നൊക്കെ ഉള്ള രീതിയിൽ ഞാൻ ആദ്യം ഒന്ന് ചിന്തിച്ചു. പിന്നെ എനിക്കെന്തോ അടുപ്പത്ത് തന്നെ ഉണ്ടാക്കണം തോന്നി. മറ്റേത് ഇങ്ങനെ വീണ്ടും തീ കത്തിച്ചെടുക്കുക അങ്ങനെയുള്ളതൊക്കെ മടിയുള്ള ആളാണല്ലോ. പക്ഷെ ഇന്ന് പെത്താപ്പോൾ അടുപ്പത്ത് തന്നെ ഉണ്ടാക്കണം ഈ നട്ടുച്ചക്ക് എന്നൊരു തോന്നൽ. എന്നാൽ പിന്നെ അടുപ്പത്ത് തന്നെ ആക്കാം. ഞാൻ ചതച്ച് വെച്ചതും മസാലകളും ഒക്കെ മൺചട്ടിക്ക് എടുത്തിട്ട് ഇനി അടുപ്പത്ത് കൊണ്ടുപോയിക്കണം കേട്ടോ. സമയം ഉച്ചയാണെങ്കിലും അങ്ങനെ വലിയ വെയിലൊന്നുമില്ല. ചെറിയൊരു മൂടലൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കണം കേട്ടോ. അപ്പം ഇപ്പം 2-3 ദിവസമായിട്ട് മഴയൊന്നുമില്ല. അപ്പം അടുപ്പകൾ ഉഷാറായി കത്തുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അടുപ്പത്ത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഞാൻ അടുപ്പൊക്കെ പുകച്ച് പുറത്തെ അടിച്ചാന്ന് കണ്ടപ്പോൾ തന്നെ ജനമോനും എല്ലാം അവിടുന്ന് എസ്കേപ്പ് ആയിക്കണം കേട്ടോ. മത്തം കുത്തിയ കുമ്പളം മുളക്കോ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഓന് ജനിച്ചന്ന് മുതലേ ഞാൻ ഇത് അങ്ങോട്ട് വെക്കുന്നു ഇങ്ങോട്ട് വെക്കുന്നു വീഡിയോ ഷൂട്ട് ചെയ്യുന്നു ഇതൊക്കെയല്ലേ എൻ്റെ കുട്ടി കാണുന്നത്. അപ്പോൾ ഇപ്പോൾ ഓനും പിന്നെ അനുകരിച്ച് ഇങ്ങനെയൊക്കെ തുടങ്ങിയിരിക്കുന്നു കേട്ടോ. ട്രൈപോഡ് അഡ്ജസ്റ്റ് ചെയ്യണത് കണ്ടോ. ആദ്യം നടത്തം പഠിച്ചു തുടങ്ങിയ സമയത്ത് ഈ ട്രൈപോഡ് എവിടെയെങ്കിലൊക്കെ കാണുകയാണെങ്കിൽ ഒറ്റ തട്ടം കൊടുക്കും കേട്ടോ. പക്ഷേ ഇപ്പോൾ ആൾക്ക് തട്ടാൻ പാടില്ല എന്നുള്ളതൊക്കെ അറിയാം. അപ്പോൾ കുറച്ച് കെയർ ചെയ്ത് കണ്ടൊക്കെ അങ്ങോട്ട് ഒക്കെ പോവുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ തീ ഇതാ ആദ്യം കുറച്ച് പുകഞ്ഞെങ്കിലും പിന്നെ ഉഷാറായിട്ട് കത്തി റെഡിയായി കിട്ടിയിങ്ങനെ കേട്ടോ. അപ്പോൾ ഇന്നലെ കുറച്ച് മട്ടൽ കിട്ടിയിട്ടുണ്ടേനി. അപ്പോൾ അതും കൂടി ഒന്ന് വെട്ടി റെഡിയാക്കി വെക്കട്ടെ. അപ്പം മഴൻ്റെ ചെറിയൊരു കോളൊക്കെ ഉണ്ട്. പറയുമ്പോൾ അതൊക്കെ ഒരു നട്ട ഉച്ചയാണ് കേട്ടോ. പക്ഷേ ഒരു വെയിലൊക്കെ മൂടിയൊരു പ്രതീതിയിലാണ് കാണുന്നത്. അങ്ങനെയൊക്കെയാണെങ്കിലും അന്ന് മഴയൊന്നും പെയ്തിട്ടുണ്ടായില്ല കേട്ടോ. വെറുതെ നമ്മളെ പറ്റിച്ചാനൊരു മഴ മൂടൽ ഒക്കെയുള്ളൂ. അപ്പോൾ കുറച്ച് പട്ട കിട്ടിയിട്ടുണ്ടെങ്കിൽ 4 പട്ട കേട്ടോ. ഇത് അയലോക്കത്തെ താത്ത ഓലപ്പാടത്തുനിന്ന് വലിച്ചിടുന്ന കണ്ട് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് കൊണ്ടുവന്ന് തരുമ്പോൾ നമ്മളത് വെറുതെ അവിടെ വെയിലും മഴയും കൊണ്ട് നനച്ച് ഇടാൻ പാടില്ലല്ലോ. അപ്പം എൻ്റെ അസിസ്റ്റൻറ്റ് കൂടെ ഉണ്ട് കേട്ടോ. കൈപ്പാട്ടിൽ ഇങ്ങനെ വന്നപ്പോൾ ഞാൻ ഒരു പലകയൊക്കെ ഇട്ട് അവിടെ എത്തിയിട്ടോ. അതൊക്കെ വെറുതെയാണ് കേട്ടോ. ഇപ്പം നീച്ചിൻ്റെ പിന്നാലെ പോരും. ഇന്നിപ്പോൾ ഓൻ്റെ ഉച്ചക്കൊക്കെയുള്ള ഉറക്കം ശരിയായിട്ടില്ല കേട്ടോ. കാരണം ബസ്സിൽ നിന്ന് ഒരു ഇത്തിരി നേരം ഉറങ്ങി ഇവിടെ എത്താൻ സമയത്താണ് ഉറങ്ങിയത് കേട്ടോ. ഇവിടെ എത്തിയപ്പോൾ ഒന്നും ചെയ്തില്ലേ. അപ്പോൾ പിന്നെ ഉറക്കമൊന്നും ശരിയായിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഇതിൻ്റെ പിന്നാലെ തന്നെ ഇങ്ങനെ കൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഓരോ സോപ്പിടാൻ ഓരോന്ന് കാട്ടി കൊടുക്കണം കേട്ടോ. അത് പിടിച്ചിട്ട് ഇങ്ങനെ വലിച്ചാൽ മതി. അതിൻ്റെ തുമ്പത്ത് ഇങ്ങനെ വലിയ ആരും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് ഇങ്ങനെ വലിച്ചാനൊക്കെ കാട്ടി കൊടുത്തേനെ. പക്ഷേ അങ്ങോട്ടൊന്നും ഞങ്ങൾ അധികം നേരം നിൽക്കില്ല. അങ്ങോട്ടതാ പോകുന്നുണ്ട് ഇതിലൊക്കെ അങ്ങനെ പോകും കേട്ടോന്. പിന്നെ ഈ ഭാഗങ്ങളിലൊക്കെ വെട്ടണ സൗണ്ടൊന്നും ഇല്ലാതെ മ്യൂട്ടാക്കി വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ആ സമയത്ത്
പാട്ടിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ബോക്സിൽ. അപ്പോൾ ഭയങ്കര സൗണ്ടിൽ അത് കേൾക്കുന്നുണ്ട്, കോപ്പിറൈറ്റ് വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വെട്ടുന്ന സൗണ്ടൊക്കെ മ്യൂട്ടാക്കിയിട്ട് ഇടുന്നത് കേട്ടോ. പിന്നെ നട്ടുച്ചക്ക് എങ്ങോട്ടേലും പോയി വന്നാൽ പിന്നെ പണിയെടുക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ എനിക്ക്. പരമാവധി ഫോണിന് മുന്നേ എല്ലാ പണികളും തീർത്തേക്കണം എന്നുള്ളതാണ്. പക്ഷേ അതൊന്നും ഇപ്പോൾ എപ്പോഴും നമുക്ക് പറ്റാറൊന്നുമില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെ പണിയെടുക്കണമെങ്കിൽ കുറച്ചൊരു എനർജി ആയിട്ട് എന്തെങ്കിലും ഒരു പാട്ടോ വെയിത്തൊക്കെ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ പോകണമല്ലോ. അതിൻ്റെ അടുത്ത് നമ്മൾ ജനുമോന് റോട്ടിക്ക് പോയിട്ടുണ്ട്, ഓനെ പിടിച്ചിട്ടുണ്ട്. അങ്ങനെ പല കഥകളും നടക്കുകയാണ് കേട്ടോ. അങ്ങനെയൊക്കെ ആണെങ്കിലും എൻ്റെ കുട്ടി ഇടയ്ക്ക് എന്നെ സഹായിച്ചൊക്കെ തരുന്നുണ്ട് കേട്ടോ. ഇപ്പം അതാ ഒരു ഉപദ്രവത്തിനാണ് ആ വരുന്നത്. വെല്ല കയറി വരുന്നതിനാണ് ട്രൈപോഡ് വലിക്കാനാണ്. അപ്പം അതിനാണ് ഞാനും ആ ഓട്ടം ഓടിയത്. ട്രൈപോഡ് ഇപ്പം അതിൻ്റെ ഒരു ഫോൺ വെക്കണ ആ ഭാഗം ചെറുതായിട്ടൊന്ന് പൊട്ടിക്കണം കേട്ടോ. അപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് നിർത്തിക്കണത്. അതുകൊണ്ട് തന്നെ ഓനെ അത് തൊട്ടാൽ പണിയാവും. അപ്പം നമ്മുടെ ബീഫ് ഇടക്ക് വേവിച്ച് ഒക്കെ റെഡിയാക്കി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ. പിന്നെ ഗ്യാസുമ്മ കൊണ്ടുവന്നിട്ടാണ് അത് മൂപ്പിച്ചെടുത്ത് റെഡിയാക്കിയത്. ഞാനിങ്ങനെ ഒരു വറ്റിച്ച് ആണ് കേട്ടോ വെച്ചിട്ടുണ്ടെങ്കിൽ. ഇവിടെ കറിയാക്കി വെച്ചാൽ വലിയൊരു ഇഷ്ടമൊന്നും എല്ലാവർക്കും ഇല്ല. അപ്പം പിന്നെ അതിങ്ങനെ വരട്ടി ഒന്ന് സൂപ്പറാക്കി എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പം ഇനി 4 മണി ചായക്ക് എന്തെങ്കിലും കടി ഉണ്ടാക്കാനുള്ള പുറപ്പാടാണ് കേട്ടോ. 4 മണിയല്ല, സമയം ഒരു 5-5:30 ആയിട്ടോ. ഇനിയിപ്പോൾ ഒരു 6 മണി 7 മണിക്ക് ചായയൊക്കെ കുടിച്ചേണ്ടി വരും. അപ്പം ഇമ്മ വന്നിട്ടുണ്ട് പറഞ്ഞിട്ടില്ലേ ഞാൻ നിയമോളെ പല്ല് പറിച്ചാൻ. അപ്പം നിയമോളിൽ ഇനിയിപ്പോൾ പല്ല് പറിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, മരുന്ന് നിന്നിട്ടുണ്ടായിരുന്നു. പറിക്കാൻ പറയുമെന്ന് വിചാരിച്ചിട്ട് അപ്പം ഞാൻ ഒറ്റയ്ക്ക് കുഞ്ഞുട്ടിക്കാണെങ്കിൽ ലീവില്ലേ, അപ്പോൾ ഒറ്റയ്ക്ക് പോകണ്ടേന്ന് വിചാരിച്ചിട്ട് ഇമ്മ അവിടുന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഇമ്മ അവിടുന്ന് വന്നപ്പം ഞാൻ കുഴിത്ത് പോണ വ്ളോഗിലൊക്കെ നിങ്ങൾ കാണില്ലേ, എന്തെങ്കിലുമൊക്കെ മണ്ണിന്ന് പറിച്ചെടുക്കാനുണ്ടാവും ഓരോന്ന് കുഴിച്ചിട്ടൊക്കെ ആയിട്ട്. അപ്പം അമ്മ കാച്ചിൽ പറിച്ചെടുത്തിട്ട് കുറച്ച് ദിവസമായിട്ടോ എന്നോട് ഇങ്ങനെ പറയുന്നുണ്ട്, ഇജ്ജ് എന്നാ വരിക, ആ കാച്ചിലൊന്ന് കൊണ്ടുപോകണം, പിന്നെ 1-2 സാധനങ്ങൾ കൊണ്ടുപോകാണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം കുറേ ദിവസമായി ഇത് പാതിച്ചിട്ട് കേട്ടോ. അപ്പം ഞാനിങ്ങനെ പറയലുണ്ട്, എനിക്ക് വേണ്ടിയിട്ട് എടുത്ത് വെക്കണ്ട, നിങ്ങളെ എടുത്ത് വെച്ചോളി, ഞാൻ ഇപ്പുറത്തൊന്നും വരില്ല എന്നൊക്കെ ഉമ്മാനോട് പറയട്ടോ. പക്ഷെ ഉമ്മാർക്ക് അങ്ങനെയാണല്ലോ, മക്കൾക്ക് നമ്മളുണ്ടാക്കിയൊരു പങ്ക് മക്കൾക്കും കിട്ടണം, മക്കൾ വൈന്ന് കഴിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ടാവും പാവൻ്റെ അമ്മ കുറേ ദിവസം ഇട്ടിച്ചിട്ടുണ്ടേനി കേട്ടോ. അപ്പം ഞാനിവിടെ അത് കൊണ്ടുവന്ന് മുറിച്ച് നോക്കുമ്പോൾ പകുതി കേടേനി കേട്ടോ. അപ്പം ഇത് സങ്കടമായിട്ടോ. ഇമ്മ കുറേ ദിവസമായി ഇമ്മ ഇതൊന്ന് വന്ന് കൊണ്ടുപോകും മുത്തേ, ഇവിടെ കുറേ ദിവസമായി എടുത്ത് വെക്കണ കേട് വരാമോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടേനി. അപ്പം കുഞ്ഞുട്ടിക്കാണെങ്കിൽ ഇങ്ങനെ കാച്ചിൽ അങ്ങനെയുള്ളതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അത് വിചാരിച്ചിട്ട് എടുത്തേക്കണതാണ് കേട്ടോ. മക്കൾക്കൊന്നും ഇവിടെ വലിയ തീർപ്പതിയൊന്നുമില്ല. അപ്പം ഞാനും കുഞ്ഞുട്ടിയേ ഉള്ളൂ ഈ വക നാടൻ കാര്യങ്ങളൊക്കെ കഴിക്കുക. അപ്പം അതൊന്ന് പുഴുങ്ങി എടുത്ത് നമ്മുടെ ബീഫിൻ്റെ കൂടെ കഴിക്കുക വിചാരിച്ചിട്ട് അങ്ങനെ പുഴുങ്ങിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കാച്ചിൽ ഞാൻ കുറച്ചൊന്ന് ഉപ്പിട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കണം കേട്ടോ. ഇത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കുക. അപ്പോൾ ഇതിങ്ങനെ നോക്കി നിൽക്കണം കേട്ടോ. ഇടയ്ക്ക് ചിലപ്പോൾ ഒരു 1-2 തളച്ചാൽ ഒറ്റ അങ്ങോട്ട് ഉടഞ്ഞ് ആകെ പായസം മാതിരിയാവും കേട്ടോ. അങ്ങനെ നമ്മുടെ കാച്ചിലൊക്കെ വേവിച്ച് വന്നപ്പോഴത്തേന് സൂര്യേട്ടൻ ടാറ്റ ബൈ ബൈ പറഞ്ഞു പോവാൻ സമയമായിക്കണം കേട്ടോ. അപ്പോൾ ആ സമയമായപ്പോഴത്തേന് കുഞ്ഞുട്ടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞുട്ടി വന്നതിന് ശേഷമാണ് ഞങ്ങളൊക്കെ കാച്ചിലും പിന്നെ നമ്മളെ ബീഫും. ഇതിക്ക് ചമ്മന്തി ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. പക്ഷെ ഇത്രയിനൊക്കെ ഉണ്ടാക്കി വന്നപ്പോൾ ചമ്മന്തി ഉണ്ടാക്കാനൊരു മടി. എന്നാൽ പിന്നെ ഇത് വെച്ചിട്ട് അങ്ങോട്ട് കട്ടൻ ചായയും കൂട്ടിയിട്ട് അങ്ങോട്ട് കുടിക്കാമെന്ന് വിചാരിച്ച്. അപ്പം അങ്ങനെയൊക്കെയായിരുന്നു നമ്മളെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ കേട്ടോ. വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം. എല്ലാവരും കാത്തിരിക്കുമെന്ന പ്രതീക്ഷയിൽ. അസ്സലാമു അലൈക്കും, ബൈ ബൈ.